നമസ്കാരം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ പുലിഞ്ഞ ജോയി കേരളത്തിന്റെ നൊമ്പരമാണിന്ന്. റെയിൽവേയും കോർപ്പറേഷനും സർക്കാരും പരസ്പരം വഴിചാരിയ ഈ സംഭവത്തിന്റെ നടക്കും മാറും മുമ്പേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയ്ക്ക് അടുത്ത ഇര. ഭാഗ്യത്തിന് ജീവൻ പോയില്ല. മെഡിക്കൽ കോളേജിലെ ഓർത്തോ OP-യിലേക്കുള്ള ലിഫ്റ്റിൽ രോഗി കുടുങ്ങിക്കിടന്നത് 2 ദിവസമാണ്. ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായില്ല. ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ സസ്പെൻഡ് ചെയ്ത് കൈകഴുകുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ചികിത്സ വേണ്ട രോഗമോ? പൊതുജനാരോഗ്യം വെന്റിലേറ്ററിലോ? മെഡിക്കൽ കോളേജുകളിൽ അനാസ്ഥ പതിവായോ? ലിഫ്റ്റിൽ കയറാൻ പേടിക്കണോ? ഈ ചർച്ചയിൽ ശ്രീ രവീന്ദ്രൻ നായർ തന്നെ പങ്കെടുക്കും. ഒപ്പം ശ്രീ SS ലാൽ, അദ്ദേഹം കോൺഗ്രസ് നേതാവും പൊതുജനാരോഗ്യ വിദഗ്ധനുമാണ്. ശ്രീ MK ഹരിദാസ്, പ്രോപ്പർ ചാനലിനെ പ്രതിനിധീകരിച്ച്, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ GS ശ്രീകുമാർ, അദ്ദേഹം മെഡിക്കൽ കോളേജ് മേഖലയിലെ മുൻ കൗൺസിലറാണ്, മെഡിക്കൽ കോളേജ് വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളാണ്. ശ്രീ G അജിത് കുമാർ, അദ്ദേഹം ഫയർ ആൻഡ് സേഫ്റ്റി വിദഗ്ധനാണ്. ഇത്രയും പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ GS ശ്രീകുമാർ. ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുക ഒക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച രാവിലെ ഓർത്തോ OP-യിലേക്ക് പോകാൻ ഒരാൾ ലിഫ്റ്റിൽ കയറുന്നു. അദ്ദേഹത്തെ ഇന്ന് രാവിലെയാണ് രക്ഷിക്കാൻ, ഇന്ന് 11 മണിക്കാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. 2 ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ ഒരു ലിഫ്റ്റിനകത്ത് ആൾ കുടുങ്ങി നിൽക്കുകയാണ്. ലിഫ്റ്റ് മുകളിൽ നിൽക്കുകയാണ്. ആരും അന്വേഷിച്ചില്ല. ഇദ്ദേഹം പല തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അലാം പ്രസ് ചെയ്യുന്നു, ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു. ആരും ഒരു തരത്തിലും അനങ്ങുന്നില്ല. അത്ഭുതകരം എന്ന് പറയട്ടെ. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ, അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നടക്കുക? ഇത് മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമാകുന്ന അല്ലെങ്കിൽ നിന്നു പോകുന്ന അവസ്ഥ ഇത് ആദ്യമല്ല. കഴിഞ്ഞ മുൻകാലങ്ങളിൽ പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. 10-25 വർഷമായി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ആളല്ല. എനിക്കത് പൂർണ്ണമായും ബോധ്യമുണ്ട്. ഇത് ഏത് നിമിഷവും ഏത് ലിഫ്റ്റും നിന്ന് പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് 3 നില കെട്ടിടങ്ങളിലൊക്കെ ഞാൻ നടന്നാണ്, സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. ഇത് ഈ ആശുപത്രിയിൽ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും ഈ OP ബിൽഡിങ്ങിലും ഇരിക്കുന്ന ലിഫ്റ്റുകൾ 2010-11 കാലത്ത് വെച്ചതാണ്. അതിനുശേഷം ഇത് 10 വർഷം 15 വർഷം കഴിയുമ്പോൾ സാധാരണ നിലയ്ക്ക് മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതാണ്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ നടത്താറുമില്ല. അതിൻ്റെ ആവശ്യമുള്ള മെയിൻ്റനൻസ് കൃത്യമായ സമയത്ത് നടത്താറുമില്ല. തീർച്ചയായും മെയിൻ്റനൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം, ശരി, ഇപ്പൊ ലിഫ്റ്റ് തകരാറായി പോവുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമൊന്നുമല്ല. പക്ഷേ ഒരാൾ 2 ദിവസം അതിനകത്ത് കുടുങ്ങിക്കിടക്കുക എന്നുള്ളത് പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അവിടെ ശ്രീ രവീന്ദ്രൻ നായരുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ സമയത്ത് നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ രവീന്ദ്രൻ നായർ, മിനിയാന്ന് ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണല്ലോ താങ്കൾ ആ ലിഫ്റ്റിനകത്ത് കയറിയത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? 11 മണിക്കല്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എപ്പോഴായിരുന്നു, എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ സെക്കൻഡ് സാറ്റർഡേ 13-ാം തീയതി 13/7/2024 രാവിലെ 10 മണിക്ക് ഈ ഓർത്തോയുടെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. എക്സ്റേ എടുത്തു. 11 മണിയാകുമ്പോൾ 11 കാലമാകുമ്പോൾ എക്സ്റേ കിട്ടി. 11:30 ഡോക്ടറെ കണ്ടു. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നേരത്തെ ഒരാഴ്ചയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ റിസൾട്ട് എൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞു. പബ്ലിക് ലാബിൻ്റെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞത് എൻ്റെ കൈവശം വീട്ടിലാണ്. മെഡിക്കൽ കോളേജ് സമീപം പഴയ റോഡ്, അതായത് കൊച്ചുള്ളു ബാലകൃഷ്ണ പഴയ റോഡിലാണ് വാടകയിൽ താമസിക്കുന്നത്. എൻ്റെ സ്വദേശം തിരുമലയാണ്. അപ്പം ഞാൻ അവിടെ പോയി എടുത്തുകൊണ്ട് ഉടനെ വന്നു. ഉടൻ തിരിച്ചെത്തുമ്പോൾ നല്ല പെരുമഴയായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ 13-ാം തീയതി ഒരു ഉച്ചയ്ക്ക് 12 മണിയോട് അടുപ്പിച്ച് ഞാൻ തിരിച്ചെത്തി. 12:05-നാണ് ഞാൻ ആ ലിഫ്റ്റിലേക്ക് പ്രവേശിക്കുന്നത്. ലിഫ്റ്റിലേക്കുള്ള സ്വിച്ച് ഓൺ ചെയ്തു. ഓപ്പണായി. ഞാൻ അടുത്ത് സ്വിച്ച് ഓൺ ചെയ്തപ്പം പെട്ടെന്ന് ഉയർന്നു, പെട്ടെന്ന് താന്നു. ഒന്ന് ഉയരുകയും ചെയ്തു, അതുപോലെ താരുകയും ചെയ്തു. പിന്നെ അതങ്ങ് ബ്ലോക്കായി. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുന്നത് പൊട്ടി. ആ മൊബൈലിൻ്റെ സ്ഥിതി ഇപ്പോൾ ഞാൻ എൻ്റെ കൈവശമുണ്ട്. കാണിക്കണമെങ്കിൽ കാണിച്ചു തരാം. ആ മൊബൈലിൽ നിന്ന് ആദ്യം ഞാൻ അലാറം അടിച്ചു നോക്കി. ഒരു രക്ഷയില്ല. മൊബൈലിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് അതിനകത്തൊന്നും പോകുന്നില്ല. മൊബൈലിൽ നിന്ന് ഞാൻ വിളിക്കുന്ന നമ്പറിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആകെ കൂടുതൽ ആശങ്കയായി. കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകും. വീണ്ടും വന്ന് ബെല്ല് അടിക്കും. അലാറം നന്നായി അടിക്കുന്നുണ്ട്. വീണ്ടും അവിടെ ഇരിക്കും. പിന്നെ കുറച്ച് ക്രമേണ മണിക്കൂറായി.
പിന്നെ ഈ രാവാണോ പകലാണോ ഇങ്ങനെ മൊബൈലിൻ്റെ ചാർജും പോയി. അപ്പം പിന്നെ എനിക്ക് അറിയില്ല രാത്രിയാണോ പകലാണോ എന്ന് അറിയാത്തൊരവസ്ഥയിലേക്കായിരുന്നു. സമയം അറിയില്ല, രാത്രിയാണോ പകലാണോ എന്നറിയില്ല. മലമൂത്ര വിസർജനം ഉൾപ്പെടെ അതിനകത്ത് തന്നെയായിരുന്നു. അല്ല, പിന്നെ ഈ ലിഫ്റ്റിനകത്ത് നിന്ന് ആരെയും ഫോൺ വിളിക്കാൻ, അതായത് ഫോൺ വീണ് താഴെ വീണ് പൊട്ടിപ്പോയതുകൊണ്ട് ആരെയും ഫോൺ വിളിക്കാൻ പറ്റിയില്ലെന്നാണോ അതോ വിളിച്ചിട്ട് കിട്ടാതിരുന്നതാണോ? ഞാൻ വിളിച്ചുകൊണ്ടെങ്കിൽ കിട്ടുന്നില്ല. കാരണം അതിനകത്ത് റേഞ്ച് കിട്ടുന്നില്ല. ഓക്കെ. ഞാൻ വിളിക്കുന്നു, അത് ഉടനെ ചുവപ്പ് കാണിക്കുന്നു, അത് കട്ടാവുന്നു. ഞാൻ 252 84 74 അവിടുത്തെ എമർജൻസിയിലേക്ക് വിളിക്കുന്നു. കാരണം 4-5 നമ്പർ ആ ലിഫ്റ്റിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ആ എഴുതിയിട്ട നമ്പറിലേക്ക് എല്ലാം വിളിക്കുന്നു, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. പിന്നെ അവിടെ റേഞ്ചും പൊതുവേ മെഡിക്കൽ റേഞ്ചില്ല, പിന്നെ ലിഫ്റ്റിനകത്ത് ഇവിടെ ഒട്ടുമില്ല. പിന്നെ മൊബൈലിൻ്റെ ചാർജ് കൂടി പോയതോടുകൂടി ഞാൻ കൂടുതൽ കൺഫ്യൂഷനായി. കാരണം പിന്നെ തീരെ നിവർത്തിയില്ല, അങ്ങോട്ട് പോയിരിക്കും ഇങ്ങോട്ട് പോയിരിക്കും. പിന്നെ എയറുണ്ടായിരുന്നു, ഒരു സൈഡിൽ എയർ നല്ല സൈഡിൽ ആ ചെവരോട് ചേർന്ന് പോയിരുന്നു. ഇടതുവശത്താണ് ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ സ്വിച്ച്, അല്ല എൻ്റെ കൈ വലത് ഭാഗത്താണ് ഈ സ്വിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ലിഫ്റ്റിൻ്റെ. ഇടത് ഭാഗത്ത് ഞാൻ പോയി മലമൂത്ര നടത്തി. സത്യസന്ധമായി പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് നേരെ ബാക്കിൽ തന്നെ ഇരുന്നു. ആരെങ്കിലും വരുമല്ലോ. ഒരു പൊതുരംഗത്തുള്ള ഒരു മനോധൈര്യം കൊണ്ട് എന്തായാലും 1 സാറ്റർഡേ ഞായറാഴ്ച, അത് കഴിഞ്ഞാൽ മുഹറത്തിൻ്റെ അവധി വരും. അത് കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് തുറക്കുമ്പോഴേക്കും അതങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ വൈകുന്നേരമൊന്നുമല്ല, രാവിലെ ആദ്യം വെളിച്ചം വന്നു, ലൈറ്റ് വന്നു, സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും നല്ല അവശനായ രീതിയിലാണ് ഞാൻ പയ്യെ ഇഴഞ്ഞു പോകുമ്പോഴേക്കും അങ്ങ് അടുത്തെത്താറായപ്പോൾ ഒരാൾ ഞാൻ തള്ളി തുറക്കണം. നമ്മൾ ആളുണ്ട് ഈ ഓടിപ്പോണ ബസ്സിൽ ചാടി കയറാൻ വേണ്ടി കയറി നിൽക്കുന്ന പോലെ ആളുണ്ടെന്ന് വിളിച്ചപ്പോൾ നില്ല്. ഞാൻ പറഞ്ഞ് ഞാളുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ചാടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ ബാഗിൻ്റെ ഇരിക്കുകയാണ്. ബാഗിലെടുത്തോന്ന് പറഞ്ഞു. ഞാൻ ബാഗിലെടുത്ത് ഉടൻ തന്നെ ചാടാൻ പറഞ്ഞു. പുറത്തോട്ട് ചാടി. ഒരു നല്ല മനുഷ്യൻ, പേരൊന്നും വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം അവിടുത്തെ ലിഫ്റ്റിൻ്റെ ചുമലക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിഞ്ഞ ഒരു 6-6:15 ആവുന്നുള്ളൂ ആ സമയം. ഉദ്ദേശമാണ് ഈ സമയം പറയണത്. ഞാൻ നേരെ അവിടെ നിന്ന് നടന്ന് ഫ്രണ്ടിലൂടെ നമുക്ക് ഒരു സെക്യൂരിറ്റി ഉത്തരവാദപ്പെട്ട ഒരാൾ നിന്ന് ടോക്കൺ കൊടുക്കണം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഈ ലിഫ്റ്റിൽ ഇന്നലെ ശനിയാഴ്ചയിലന്ന് ഉച്ചയ്ക്ക് കുടുങ്ങിയതാണ്, ഇന്നലെ ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. അദ്ദേഹം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇവിടെ പോകാൻ പറഞ്ഞു. ക്യാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പെൺകുട്ടികളിരിക്കും. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ നമ്പറിലോട്ടൊന്ന് വിളിക്കണം, ഞാനിവിടെ ഉണ്ടോ ഇല്ലെന്നില്ല അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനെ വിളിച്ച്, വൈഫ് കരച്ചിലും ബഹളമായിരുന്നു. വൈഫ് എല്ലാം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ തന്നെ വരാമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഒരു 15 മിനിറ്റിനകത്ത് മെഡിക്കൽ കോളേജിൽ തന്നെ വേറെ 2 ഉദ്യോഗസ്ഥന്മാർ വന്നു. എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ചായയൊക്കെ വാങ്ങിച്ച് നേരെ കാഷ്വാലിറ്റി കൊണ്ടിരുത്തി. അവിടെ നിന്ന് അവരുടൻ തന്നെ 3-4 ട്രിപ്പൊക്കെ തന്നു. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ വന്നു, കാര്യങ്ങൾ ചോദിച്ചു. പോലീസുകാർ അല്ലാതെ മഫ്റ്റീനും അല്ലാതെയൊക്കെ വന്നു. ഡോക്ടേഴ്സ് തന്നെ വന്നു. മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് അടക്കം ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പറഞ്ഞതിന് അതിനകത്ത് തന്നെ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് അവിടെ വരികയും ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പുകയും ചെയ്യും. നടപടികൾ എന്ത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്, സസ്പെൻഷൻ പോലെയുള്ളത്. ആ ലിഫ്റ്റിനകത്ത് ഒരാൾ പെട്ടുപോയാൽ അറിയിക്കാനുള്ളൂ. സാധാരണ നിലയിൽ ഫോൺ നമ്പർ ഉണ്ടാവും, ചില ഫോണുകൾ ഉണ്ടാവും, അലാം ഉണ്ടാവും. ഇതൊന്നും പ്രവർത്തിക്കാതിരുന്നതാണോ അതോ അത് കേട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തതാണോ? തിരിഞ്ഞു നോക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ലേ? എന്താ സംഭവിച്ചത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അലാറം ഉണ്ടായിരുന്നു. ഞാൻ അലാറം അടിച്ചു. അലാറം വ്യക്തമായി കേൾക്കുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യാൻ ആരുമില്ല. പിന്നെ അതിനകത്ത് ഓരോ ആൾക്കാരുടെയും നമ്പർ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് വിളിക്കാൻ എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സിസ്റ്റം മാറണമെന്നുണ്ടെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ ലിഫ്റ്റിലേക്ക് ഉണ്ടാവണം. അല്ലാതെ അതാണ് എനിക്കൊരു ഇപ്പോൾ സാധാരണ ലിഫ്റ്റിലൊക്കെ ഞാനും ലിഫ്റ്റിൽ പെട്ടുപോയ ഒരു അനുഭവം ഉണ്ട്. പക്ഷേ ഇതുപോലെ 2 ദിവസം ഒന്നും കിടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തട്ടി വിളിക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ താങ്കൾ ബഹളം ഏതെങ്കിലും തരത്തിൽ ഈ ലിഫ്റ്റിന്റെ ഡോറിൽ നമുക്ക് പ്രസ് ചെയ്യാൻ കഴിയുന്നിടത്തൊക്കെ അടിച്ച് ഒരാൾ ഇതിനകത്തുണ്ട് എന്ന് പുറത്താരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? എല്ലാ ശ്രമവും നടത്തി. ഈ ലിഫ്റ്റിനെ വലിച്ചു കീറാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ആ ലിഫ്റ്റ് 2 സൈഡും ആത്മാർത്ഥം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കി, 4 സൈഡിൽ അടിച്ചു നോക്കി, നിലവിളിച്ചു നോക്കി. എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്ന എല്ലാ രൂപത്തിലും കാലുകൊണ്ടും കൈകൊണ്ടും ചവിട്ടി നോക്കി, ഇടിച്ചു നോക്കി.
എന്ത് ചെയ്യാം? കാരണം ഇതൊരു ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഒഴിഞ്ഞ മൂല പോലെ ആണെന്ന് തോന്നുന്നത്. കാരണം ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. ആരെങ്കിലും ഈ അലാറം ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒന്ന് ആരായാലും, വഴിപോക്കരോ അല്ലെങ്കിൽ അതുപോലെ ഈ രോഗികൾ കിടക്കുന്ന വാർഡല്ലല്ലോ ഇത്. രോഗികൾ വന്നു പോകുന്ന സൈഡിലുള്ള ഒരു ലിഫ്റ്റാണ്. ലിഫ്റ്റിൻ്റെ പുറത്ത് ലിഫ്റ്റ് കേടാണെന്നോ അല്ലെങ്കിൽ ലിഫ്റ്റിൽ പ്രവേശനം അനുവദനീയമല്ലെന്നോ ഒന്നും പ്രസവിച്ചിട്ടില്ല. ഞാനൊരു 42 വർഷക്കാലത്തെ പൊതുപ്രവർത്തകനാണ്. എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ലിഫ്റ്റിൽ പ്രവേശിക്കില്ല. ലിഫ്റ്റിനകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സമയദോഷം കൊണ്ടാണല്ലോ വീഴ്ച പറ്റിയത്. ആ വീഴ്ചയ്ക്ക് പരിഹാരം കണ്ടതിനാണ് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന അനുഭവം ഞാൻ എൻ്റെ ജീവഹാനി സംഭവിക്കുമോ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഞാൻ ലാസ്റ്റ് വയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റേതായ ഒരു മനോധൈര്യം ഞാൻ നഷ്ടപ്പെടാതെ ഞാൻ വളരെ കിഡ്സോടുകൂടി മനോധൈര്യം നഷ്ടപ്പെടാതെ സർവൈവൽ സ്റ്റോറിയാണ് നമ്മൾ ഈ കാര്യത്തിൽ. ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നടക്കേണ്ടത്. ഒരു മെഡിക്കൽ കോളേജിലും അങ്ങനെ നടന്നുകൂടാ. കാരണം ഇതിപ്പോൾ ഓർത്തോയിലേക്കും കാർഡിയോളജിയിലേക്കും ഒക്കെ പോവേണ്ട ഡോക്ടർമാരെ കാണാനും മറ്റുമൊക്കെ പോവേണ്ട രോഗികൾക്കുള്ള ലിഫ്റ്റാണ്. ജീവനക്കാർക്കുള്ള ലിഫ്റ്റും മറ്റും വേറെയുണ്ട്. അപ്പോൾ രോഗികൾക്കുള്ള ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തനം ഇടയ്ക്ക് നിലയ്ക്കുന്നു എന്നുള്ളത് ഒരു കാര്യം പോട്ടെ. പക്ഷെ അങ്ങനെ ആരെങ്കിലും കുടുങ്ങിയാൽ 2-3 ദിവസം അവിടെ കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? ഇതിപ്പോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണല്ലോ അവസ്ഥ. ഈ വിഷയം ഞാൻ ഇപ്പോൾ ഈ ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തി. സൂപ്രണ്ട് വന്നു, ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ എല്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരും എന്നെ നേരിൽ വന്ന് കണ്ടിരുന്നു. അവരടിയന്തരം എന്തോ മീറ്റിംഗ് എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞു. ആരുടെ ഭാഗത്തായാലും എന്ത് വിഷയം ഉണ്ടായാലും പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വാർത്താ മാധ്യമങ്ങളിൽ കൂടെയാണ് അറിയുന്നത്. പിന്നെ എൻ്റെ പല സമുന്നതരായ നേതാക്കളും ഇവിടെ വന്നിരുന്നു. ബിനോയ് വിശ്വം, മാങ്കോട് ആക്ഷൻ, അരുൺ കേസ്, പാപ്പനംകോട് അജയൻ തുടങ്ങി പ്രമുഖരായ എല്ലാവരും ഇവിടെ വന്നിട്ടാണ്. അല്ല, തീർച്ചയായിട്ടും. അല്ല, ഇപ്പോൾ താങ്കൾ CPIയുടെ നേതാവാണ്, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. സ്വാഭാവികമായും നേതാക്കളൊക്കെ കാണാൻ വരും. അതിനപ്പുറത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? പൊതുജനങ്ങൾ, പാവപ്പെട്ടവരായ ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ ഇത്രയും അനാസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തിന് തന്നെ ഒട്ടും ശ്രേയസ്കരമല്ല. അപ്പൊ താങ്കൾക്കുണ്ടായ വ്യക്തിപരമായ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ ദുരവസ്ഥ മാറാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്കും അത് തോന്നുന്നില്ലേ? തീർച്ചയായും. കാരണം പല ജില്ലയിൽ നിന്നും പല മണ്ഡലങ്ങളിൽ നിന്നും റെഫറൽ കൂടിയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ജനം എത്തുന്നത്. ആ എത്തുന്ന ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ സേവനമാണ്. ആ സേവന പ്രതീക്ഷയാണ് ജനത്തിന് കിട്ടുന്ന ഒരു വലിയൊരു വീഴ്ച. അത് ചെറുതായി കാണാൻ കഴിയില്ല. ആ വീഴ്ച തന്നെയാണ്. അത് എനിക്ക് പറ്റിയാൽ ശരി തന്നെ, മറ്റൊരാൾ പറ്റിയാൽ ശരി. എൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ വല്ല ഗർഭിണിയോ ഒരു RCC പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു അമ്മയും കുഞ്ഞും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായി സംഭവിക്കുക? അപ്പോൾ അത് ചെറുതായിട്ട് കാണണ്ട. ഇത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇതിന് പ്രതിവിധി സർക്കാർ തലത്തിൽ വളരെ നല്ല രൂപത്തിലുള്ള പ്രതിവിധിയാണ് വേണ്ടത്. ഇതിന് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ്. ഇതെന്താ ലിഫ്റ്റെന്ന് മാത്രമല്ല, ലിഫ്റ്റിൻ്റെ കാര്യം മാത്രം നമ്മളിപ്പോൾ ഒരു വിഷയം നമ്മൾ ലിഫ്റ്റ് പിടിക്കുന്നു. ആ ലിഫ്റ്റ് വിഷയം മാത്രമല്ല, മെഡിക്കൽ കോളേജിൻ്റെ പല രൂപത്തിലുള്ള പല വിഷയങ്ങളിലേക്കും നമ്മൾ ചൂണ്ടേണ്ടി വരും. തീർച്ചയായിട്ടും. അതാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എനിക്ക് ശരിയായ ഒരു പോയിന്റാണ്. ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും അങ്ങ് ദയവായി തുടരാം. ശ്രീ റെജി ലൂക്കോസ്, ഇതിപ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലയിൽ കാണാൻ കഴിയില്ല. നമ്മുടെ ലക്ഷക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന, അതും ഏറ്റവും പാവപ്പെട്ടവരായ ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ നിലവിലെ ക്വാളിറ്റിയും അവസ്ഥയും എന്ത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഒരാൾ ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയി എന്നുള്ളതല്ല പ്രശ്നം. അങ്ങനെ സാങ്കേതിക തകരാറൊക്കെ സംഭവിക്കാം. പക്ഷേ 2 ദിവസം ആ ലിഫ്റ്റിനകത്ത് അയാൾക്ക് കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവതരമാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ രോഗാതുരമാണ് എന്ന് നമുക്ക് കൃത്യമായും പറയേണ്ടി വരും. ഇതിപ്പോൾ ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല. ശസ്ത്രക്രിയക്കിടയ്ക്ക് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മറന്നു വെക്കുകയും ഒരു രോഗിക്ക് സത്യാഗ്രഹ സമരം നിരവധി ദിവസങ്ങൾ നടത്തേണ്ടി വരികയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ICUവിൽ രോഗി പീഡിപ്പിക്കപ്പെട്ട സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ആ കാര്യത്തിലേക്ക് ഇങ്ങനെ പോയാൽ പോരാ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ സംഭവം കണ്ടുകൂടെ? അല്ല, ഒരു പരിധിവരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. കാരണം പ്രിയപ്പെട്ട രവീന്ദ്രൻ നായരുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇരുന്ന് ഈ ചർച്ച പങ്കെടുക്കുന്നത്. ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിനന്ദിക്കുക. 42 മണിക്കൂർ ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങുക,
സർവൈവലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യായീകരണം അതിനകത്തില്ല. ഞാനും ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയ അനുഭവം എനിക്കുണ്ട്. അരമണിക്കൂർ മാത്രമേ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുള്ളൂ. അത് അതിൻ്റെ അധികാരികൾ കണ്ടെത്തുകയും ഓടി വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ നരകം കണ്ടു. അപ്പോൾ 42 മണിക്കൂർ ഒരു മനുഷ്യൻ നിസ്സഹായനായിട്ടൊരു ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമില്ല. അത് ആരാണോ ആ കുറ്റവാളികൾ അല്ലാതെ ശ്രദ്ധിക്കപ്പെടാതെ ലിഫ്റ്റിനെ ഒന്ന് ഇത് തകരാറിലാണെന്നൊരു എഴുത്തി ഒരു ഇൻഡിക്കേഷൻ പോലും നൽകാതെ കണ്ട് ഈ ലിഫ്റ്റിനെ ഉപേക്ഷിച്ച മട്ടിലിട്ടത് ആരാണെങ്കിലും അവർ ശിക്ഷാർഹരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിനൊന്നും ന്യായീകരിക്കാൻ നമ്മളെ കിട്ടത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു മൂലയ്ക്കാണ്, രോഗികൾ മാത്രം കൊണ്ടുപോകുന്ന ലിഫ്റ്റാണ്. അത് പ്രവർത്തിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ആ ലിഫ്റ്റ് കയറിയത്. അദ്ദേഹം ആ ലിഫ്റ്റ് കയറാനുള്ള സാഹചര്യം അവിടെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതായത് ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരായിട്ടുള്ള ആരാണെങ്കിലും അവരെ സംബന്ധിച്ചോളം അലസമായിട്ട് ഈ ലിഫ്റ്റ് അവിടെ ഇട്ടത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല, അതിനകത്ത് മറ്റൊരു മാനദണ്ഡവുമില്ല. അവരെ ശിക്ഷിക്കണം. അതിപ്പോൾ ശിക്ഷാ നടപടികൾ ആരംഭിച്ചായിട്ടാണ് ഞാൻ അറിയുന്നത്. അവിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും പോലീസും എല്ലാം കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഇടപെടുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ തന്നെ അത് ആവർത്തിക്കണം. അതിൻ്റെ പേരിൽ ഒരു സിസ്റ്റത്തെ നമ്മൾ അടങ്കലം കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമൊന്നുമില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നേരത്തെ രവീന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ പല താലൂക്ക് ആശുപത്രികളിൽ നിന്നും മറ്റു ആശുപത്രികളിൽ നിന്ന് റെഫർ ചെയ്ത് അവിടെ വരുന്ന രോഗികൾ എന്തുകൊണ്ട് അവിടെ വരുന്നത്, അത് കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടുന്നതിന് കൊണ്ട് മാത്രം വരുന്നത്. തന്നെയുമല്ല കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെയൊക്കെ ചിത്രങ്ങൾ മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു അറപ്പായിരുന്നു മെഡിക്കൽ കോളേജിലും സർക്കാർ ഓഫീസിലും പോകുന്നു. അതെല്ലാം മാറി ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികൾ, ഏത് സ്വകാര്യ ആശുപത്രികളെ എന്താ പറയുക, നമ്മുടെ സർക്കാർ ആശുപത്രികളെ കണ്ട് നാണിക്കത്തക്ക രീതിയിൽ തന്നെ അതിൻ്റെ വളർച്ചയും അതിൻ്റെ അപ്ഡേഷനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇത്തരം ചില തെറ്റുകളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം ലിഫ്റ്റ് കേടാകുക എന്ന് പറഞ്ഞത് ഒരു എല്ലാ തലങ്ങളിലും സംഭവിക്കുന്നതാണ്. അതൊരു ടെക്നോളജി അതിനുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ കാര്യം പറയും. ഇപ്പോഴത്തെ ലിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് കേടായാലും അത് കൃത്യമായിട്ട് ഏത് ഫ്ലോറിലാണ് അവിടെ ചെന്നിട്ട് നിൽക്കത്തുള്ളൂ. അത്രയ്ക്ക് അപ്ഡേഷൻസ് വന്ന ലിഫ്റ്റിൽ. അപ്പോൾ അവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരുടെ അലംഭാവം കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. അവർ ശിക്ഷാർഹരാണ്. കർശനമായ നടപടി ഇതിനകത്ത് എടുക്കണം. കർശനമായ നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, അദ്ദേഹം അവിടെ സർവൈവ് ചെയ്തത് ഒരു അത്ഭുതമാണ്. കേരളത്തിന് മാതൃകയായിട്ട് തന്നെ എടുക്കണം. ഞാൻ പറഞ്ഞ ഈ സംഭവമല്ല, അതിനെ തെറ്റായിട്ട് ധരിക്കരുത്. അദ്ദേഹം 42 മണിക്കൂർ പിടിച്ചു നിന്നത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പരിചയം കൊണ്ടും മനോധൈര്യം കൊണ്ടും മാത്രമാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മറ്റൊരർത്ഥത്തിലേക്ക് അല്ലെ മറ്റൊരു തരത്തിലേക്ക് ഈ ചിത്രം മാറിയനെ. ശരി, രവീന്ദ്രൻ നായർ എന്ന വ്യക്തി സർവൈവ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഈ ചർച്ചയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് തത്സമയം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ MK ഹരിദാസ്, ഇത് പക്ഷെ ഒരു വ്യക്തിക്ക് സംഭവിച്ച പ്രശ്നം എന്നുള്ളതിൽ ഉപരിയായിട്ടൊരു സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോഴാണ് ജോയി എന്ന മനുഷ്യൻ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അത്രയും സങ്കടകരമായ ഒരു ദിവസമാണ്. ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇതുപോലെ അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി എവിടെയാണോ പോയത് അവിടെ കുടുങ്ങി പോവുകയാണ് ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ വേറെ ആയനെ കഥ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത് ഒരു തരത്തിലുള്ള വെളിച്ചം വീശലല്ലേ? നോക്കൂ, ചക്രവർത്തിക്ക് തുല്യമായിട്ടുള്ളൊരു മുഖ്യമന്ത്രി, 20 നാട്ടുരാജാക്കന്മാരെ പോലെ മന്ത്രിമാർ, ജനാധിപത്യത്തിൻ്റെ എല്ലാ സെറ്റപ്പോടും കൂടി ഉള്ള ഒരു തിരുവനന്തപുരം എന്ന് പറയുന്ന നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലെ ഒരു ജോയിക്ക് ഇതേമാതിരി തന്നെ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുകയും ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഏകദേശം 2 രാത്രിയും 1 പകലും ലിഫ്റ്റിൽ കുടുങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷര കേരളത്തിന്, പ്രബുദ്ധ കേരളത്തിന് അങ്ങേയറ്റ അപമാനമാണ്. ഇത് പുറത്തറിയാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. എന്നിട്ട് പരസ്പരം നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന അവസ്ഥയുണ്ടല്ലോ, അത് അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയാണ്. 54 വർഷം മുമ്പ് 8 വയസ്സുള്ളപ്പോൾ ഞാൻ സ്റ്റേജിൽ പാടി അഭിനയിച്ചൊരു പാട്ടുണ്ട് അഭിലാഷേ. ആതുരശാലകൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്ക് എന്തു വഴി, പെരും വ്യാകുലമല്ലാതെ എന്തു വഴി. അത് ഈ സർക്കാർ ആശുപത്രികളുടെ ദയനീയ സ്ഥിതിയെ പറ്റിയിട്ട് 54 വർഷം മുമ്പ് 8 വയസ്സുള്ള ഞാൻ അവതരിപ്പിച്ചൊരു പാട്ടാണ്. ആ സ്ഥിതിയിൽ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴും ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ആതുരശാലകൾ എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക്
ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് വേണം ഇത് പറയാൻ. അഭിലാഷ് പറഞ്ഞു, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു, ഞാൻ 3 മണിക്കൂർ മസ്കറ്റിൽ ഈ ലിഫ്റ്റിൽ പെട്ടിട്ടുണ്ട്. ആ 3 മണിക്കൂർ എന്നുള്ളത് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ അവസരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എത്രയോ ഭീകരമാണ് ആ മനുഷ്യൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്നുള്ള നിലയ്ക്ക് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ സാധാരണ ചർച്ചയിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ പറയുന്നു, നമ്മളൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 25 ലക്ഷം അനുവദിച്ച സംസ്ഥാനമാണ് കേരളം. ഈ വ്യക്തിക്കും ഇത്തരത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കൊണ്ട് ഒരു 25 ലക്ഷം രൂപ കൊടുത്താൽ പോലും അതിൻ്റെ നഷ്ടം നികത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആ മനുഷ്യൻ ഈ 2 രാത്രിയും ഒരു പകലും കൊണ്ട് നേരിട്ടിട്ടുണ്ട്. എന്താണ് അഭിലാഷ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ മെഡിക്കൽ കോളേജുകൾക്ക് അടിയന്തരമായിട്ടൊരു ചികിത്സ വേണമെന്നല്ലേ അഭിലാഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ കത്രിക മറന്നു വെക്കണു, വിരൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന കുട്ടിയുടെ നാക്ക് ഓപ്പറേഷൻ ചെയ്യുന്നു, ICUവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന സ്ത്രീയെ പീഡിപ്പിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? മെഡിക്കൽ കോളേജുകളിലേക്ക് കയറരുത് എന്ന് പറയുന്ന വിസിറ്റേഴ്സിനെ തടഞ്ഞ സെക്യൂരിറ്റിക്കാരനെ അടിച്ച് അവശരാക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് അടിയന്തരമായിട്ട് ഒരു ചികിത്സ വേണം. അതൊരു ഓപ്പറേഷൻ കൊണ്ട് അത് ശരിയാക്കി എടുക്കാൻ കഴിയുള്ളൂ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം. നമ്മുടെ ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞതാണെന്നും നമ്പർ 1 ആരോഗ്യ കേരളം എന്നുള്ളത് കേവലം ഒരു ക്യാപ്ഷനാണ് എന്നുള്ളതിൻ്റെ ഈ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പിന്നെ റെജി ലൂക്കോസ് പറഞ്ഞു അതൊരു മൂലയ്ക്കിൽ ആ ലിഫ്റ്റ് കൊണ്ടുവച്ചെന്ന സ്ഥിതിക്ക് അദ്ദേഹം എന്തിനാണ് അതിൽ കയറിയത്? ശ്രീ റെജി ലൂക്കോസ്, അദ്ദേഹമാണോ അവിടെ അത് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ലിഫ്റ്റ് മൂലയ്ക്ക് കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? അപ്പൊ അതിനെ അദ്ദേഹത്തെ പഴിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞുല്ലോ, അതൊരു മൂലക്കിലാണ് ഇരിക്കുന്നത്, അദ്ദേഹം ആ ലിഫ്റ്റിൽ കയറരുതായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ കേട്ടതായിരിക്കാം, തെറ്റല്ല എന്ന് അഭിലാഷ് പറയും. ഞാൻ പറഞ്ഞില്ല, അത് അദ്ദേഹത്തിനോട് അദ്ദേഹം അത് പറഞ്ഞതിന്റെ പേര് ഞാൻ പറഞ്ഞത് മാത്രമേ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറയത്തൂല്ല. ക്ഷമിക്കുക, ഞാനത് തെറ്റിദ്ധരിച്ചതാണ്. ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഓർത്തോ വിഭാഗത്തിലാണ് ഈ ലിഫ്റ്റ്. അതായത് ഓർത്തോ വിഭാഗം എന്ന് പറഞ്ഞാൽ കൈയൊടിഞ്ഞവരും കാലൊടിഞ്ഞവരും അംഗവൈകല്യം വന്നവരും വരുന്നൊരു വിഭാഗത്തിലെ ആ മാന്യദേഹം അലാറം അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ വിദേശത്തുണ്ടായിരുന്ന വ്യക്തിയാണ്, ഞാനും വിദേശത്ത് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഈ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമൊക്കെ കരാറെടുത്ത് കൊടുക്കുന്നൊരു കമ്പനിയിൽ 25 കൊല്ലം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഏത് ഫയർ അലാറമായാലും ലിഫ്റ്റിൻ്റെ അലാറമായാലും ചെല്ലേണ്ടത് എവിടേക്കാണ് അഭിലാഷേ? സെക്യൂരിറ്റി റൂമിലേക്ക്. ഈ അലാറം കേൾക്കാൻ ആ സെക്യൂരിറ്റി റൂമിൽ ആളുണ്ടായിരുന്നില്ല. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവിടുത്തെ ഒരു മുൻ കൗൺസിലർ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹം അത് പറഞ്ഞില്ല. അവിടെ 2 ഡെപ്യൂട്ടി സൂപ്രണ്ടർമാരുടെ ഒഴിവുണ്ടായിട്ട് 6 മാസത്തിലധികമായി ഈ മെഡിക്കൽ കോളേജിൽ എന്ന് പറയുന്നു. അവിടെ RMO ഇല്ല. പരാധീനതകളുടെ നടുവിലാണ്. നമ്മളിപ്പോൾ ഇതിലെ 3 പേരെ, നിരപരാധികളായ 3 പേരെ സസ്പെൻഷനിൽ നിർത്തിയിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളുടെ സസ്പെൻഷനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അഭിലാഷിന് എന്നേക്കാൾ കൂടുതൽ അറിയാം, ശ്രീ റെജി ലൂക്കോസിന് അറിയാം. 3 മാസമോ 4 മാസമോ കഴിഞ്ഞ് അവർ സർവീസിലെത്തും. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇതിനെ സൂപ്രണ്ടിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ സൂപ്രണ്ടിന് നാളെ പറയാനുള്ളത് എന്താ? ഈ ലിഫ്റ്റ് എനിക്കിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഈ ലിഫ്റ്റ് 3 മാസം മുമ്പ് സർവീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞുവെന്ന് ഇതിൻ്റെ ജീവനക്കാരെ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ജീവനക്കാരെ ഈ സൂപ്രണ്ടിനെ വിവരം വാക്കാൽ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ലിഫ്റ്റ് സർവീസ് ചെയ്യുന്ന കമ്പനികൾക്ക് കോടികളാണ് കുടിശ്ശികയുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക പാപ്പരത്വത്തിലേക്കാണ് ശ്രീ രവീന്ദ്രൻ നായരുടെ ഈ ദുരന്തവും ചെന്ന് എത്തി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങേയറ്റം ലഘുവായിട്ട് കണ്ടുകൊണ്ട് പരിഹരിക്കപ്പെടാതിരിക്കരുത്. കാരണം ഇത് ഈ മനുഷ്യന് നമുക്കിന്ന് മറ്റൊരു നിലയ്ക്ക് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വെച്ചാൽ നമ്മൾ പ്രകൃതിയോട് നന്ദി പറയുക. ശരി, അതാണ് ശ്രീ ജി അജിത് കുമാർ, താങ്കൾ ഈ സേഫ്റ്റി രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ആളാണല്ലോ. ഈ ആധുനിക കാലത്ത് ലിഫ്റ്റുകളിലൊക്കെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഒരാൾ പെട്ടുപോയാൽ ഉടനടി വിവരം അറിയിക്കാനും പിന്നീട് അത് സുരക്ഷിതമായി അതിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നിരിക്കും. അതൊക്കെ മാൻഡേറ്ററി ആണ് എന്നിരിക്കും. വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ ലിഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായും അതിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട് എന്നിരിക്കും. മെഡിക്കൽ കോളേജ് പോലെ ഇത്രയധികം ആളുകൾ വരുന്ന, ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും ഇതൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണെങ്കിൽ കൂടി പറയട്ടെ, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. കാരണം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അത്യന്താധുനികമായ രീതിയിലുള്ള ലിഫ്റ്റ് സംവിധാനം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
അപ്പോൾ ഈ ലിഫ്റ്റിനെ സംബന്ധിച്ച് ലിഫ്റ്റിന് എന്തെങ്കിലും തകരാറ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആ ലിഫ്റ്റ് പൂട്ടിയിടുക, അല്ലെങ്കിൽ അവിടെ അതിനൊരു ബോർഡ് വയ്ക്കുക, ഈ ലിഫ്റ്റിന് ഉപയോഗശൂന്യമാണ്, ഇത് ഉപയോഗിക്കരുതെന്നൊരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ കൂടി ഈ പറഞ്ഞ അദ്ദേഹം അതിനകത്ത് കയറില്ലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനിരിക്കുന്നത് കൊണ്ടോ അദ്ദേഹം അതിനകത്ത് അകപ്പെട്ടതായിരിക്കും. എന്തായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഫയർഫോഴ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ലിഫ്റ്റിൽ അകപ്പെടുന്ന ആളിനെ രക്ഷപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് മാത്രമല്ല, പൊതുവെ എന്ത് പ്രവൃത്തി ഉണ്ടായാലും എന്ത് അപകടം ഉണ്ടായാലും നേരിടാൻ കെൽപ്പുള്ള ഒരു സംവിധാനം ഉള്ളതാണ്. പക്ഷേ നമുക്കെന്തായാലും ഇങ്ങനെ ഒരു കോള് ലിഫ്റ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ല, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾ, ഏതാണ്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് അവിടെ എത്തുന്ന ഒരു ടൈം മാത്രമേ അദ്ദേഹത്തിന് ആ ലിഫ്റ്റിനകത്ത് കഴിയേണ്ടി വരും. അല്ല, അത് തൊട്ടടുത്താണ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതിന്റെ ലൊക്കേഷൻ അറിയാമല്ലോ. ഇപ്പോൾ റിമോട്ടായ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയ ഒരാളൊന്നും അല്ല, ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ഉള്ള ഒരു കേന്ദ്രത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും വെളിപ്പാടകലെ ഉണ്ട് താനും. പക്ഷെ അദ്ദേഹത്തിന് അവിടെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ, അദ്ദേഹത്തിൻ്റെ ഫോൺ തകരാറിലായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് റേഞ്ച് ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. കാരണം ലിഫ്റ്റിനകത്ത് പൊതുവെ എവിടെയായിരുന്നാലും ലിഫ്റ്റിനകത്ത് മൊബൈൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിനകത്ത് ഉണ്ടായിരുന്ന ലിഫ്റ്റിനകത്ത് തന്നെ ആ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതിനകത്തൊരു ഫോണുണ്ടാവും, ആ ഫോണിൽ നിന്ന് എമർജൻസി നമ്പറുകൾ ഉണ്ടാവും, ആ നമ്പറിലേക്കൊക്കെ അതെല്ലാം കേടായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അലാറം എനിക്ക് ശരിക്കും പറയാനുള്ളത്, അവിടുത്തെ ഫയർ ഓഡിറ്റിൽ ഞങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് അവിടെ ഈ ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ശരിയായ രീതിയിലല്ല. ശരിക്കും ഒരു ഫയർ സിസ്റ്റം സംവിധാനം തന്നെ മെഡിക്കൽ കോളേജിലില്ല. ഇത്രയും ആളുകൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സംവിധാനം, ഒരു ഫയർ സിസ്റ്റം സംവിധാനം ഇല്ല എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഫയർ ഓഡിറ്റ് നടത്തി ഇത് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽ പലപ്പോഴും നമ്മൾ ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുള്ളതാകും. യെസ്, അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫയർ ഓഡിറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതായത് ഒരു പ്രശ്നമുണ്ടായാൽ റീച്ച് ചെയ്യാനുള്ള സംവിധാനമില്ല, അതെല്ലാം തകരാറിലാണെന്ന് ഫയർ ഓഡിറ്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ലിഫ്റ്റിൽ കുടുങ്ങി എന്നുള്ളത് താരതമ്യേന വരാൻ കഴിയുന്ന ലഘുവായ ഒരു കാര്യമെന്ന് കണ്ടാൽ മതി. ഇതിനപ്പുറത്ത് വേണമെങ്കിൽ സംഭവിക്കാം. കാരണം ഫയർ ഓഡിറ്റിൽ അവിടെയുള്ള സുരക്ഷാ അപര്യാപ്തത എണ്ണി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായ സാഹചര്യമാണ്. ഇതൊന്നും പരിഹരിക്കാനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യവും. ജനങ്ങളുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സർക്കാരിന് തോന്നുന്നില്ലേ? ശ്രീ രവീന്ദ്രൻ നായർ, ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത 2 രാത്രികൾ കടന്നുപോയി. ഇപ്പോൾ ആരോഗ്യം ഓക്കെയാണോ? അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാനിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ അഡ്മിറ്റാണ്. ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഞാൻ ഇപ്പോഴും. ചികിത്സ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം നട്ടലിൽ ബാക്ക് പെയിൻ ഉണ്ട്, പിന്നെ ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം. കാരണം ഒരു തുള്ളി വെള്ളം പോലും ഈ 2 ദിവസം കൊണ്ട് ശകലം പോലും വെള്ളം കുടിക്കാനോ ആഹാരമോ ഒന്നും ലഭിച്ചില്ല. ഈ പറയും പോലെ ഇന്നും അവധിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കക്ഷിയോടെ എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇന്നും ഒരു ഗവൺമെൻറ് അവധിയായിരുന്നുവെങ്കിൽ പക്ഷേ ഇന്ന് തന്നെ തുറന്ന് വിടാനെത്തി ദൈവദൂരെ പോയി എത്തിയ ആൾ ചിലപ്പോൾ എത്താൻ അദ്ദേഹം കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു. എന്തോ ഒന്ന് തുറന്ന് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാനും ഇരുന്ന് സംസാരിക്കാനും പറ്റുന്നു. പക്ഷേ നമ്മുടെ സാധാരണക്കാരൻ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് സർക്കാർ, എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇന്നൊരു ഗവൺമെൻറ് ആശുപത്രിയിലാണ് എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും. പ്രത്യേകിച്ച് ഞാൻ ജനറൽ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, സർക്കാർ ആശുപത്രിയാണ് ഞാനും എൻ്റെ കുടുംബമെല്ലാം ആശ്രയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വാസമുള്ളതും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ഏത് സാധാരണക്കാരനും ചെല്ലാൻ കഴിയുന്നതും എത്ര ഉന്നത ഹോസ്പിറ്റൽ അഡ്മിറ്റായാലും അവസാനം അഭയം പ്രാപിക്കുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയാണ്. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ സൽപ്പേര് നിലനിർത്തണമെങ്കിൽ ഇത്തരം സംഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ സൽപ്പേര് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ മേലിലെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് പറ്റിയ അനുഭവം മറ്റൊരാളിന് ഇനി പറ്റാതിരിക്കട്ടെ.
ഏതെങ്കിലും ഒരു കുട്ടിയുടെ മാതാവിന് എന്തെങ്കിലും ഏതെങ്കിലും മാതാവിൻ്റെ കുട്ടിക്ക് ഇത് സംഭവിക്കുമ്പം അപ്പോഴൊരു സമാശ്വാസ വാക്ക് പറഞ്ഞു പോകുമ്പോൾ പോയാൽ പോരാ. ഇത് ആരോഗ്യ മേഖലയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരുപോലെ വിലപ്പെട്ട ഉത്തരം പറയുന്ന മേഖലയാണ് ആരോഗ്യ മേഖല. ഇത് ശക്തമായി നിലനിന്ന് പോകണമെങ്കിൽ, മെഡിക്കൽ കോളേജിൻ്റെ യശസ് ഉയരണമെങ്കിൽ മേലിലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തത്വരമായ നടപടി എന്ന് പറഞ്ഞാൽ ഈ ലിഫ്റ്റുകളിലൊക്കെ ആധുനിക സംവിധാനങ്ങളിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്കുള്ള എൻ്റെ അല്ല. ഇപ്പൊ എന്തായാലും താങ്കൾ ജീവിതത്തിൽ ഒരു വലിയ ദുരനുഭവം നേരിട്ടു. സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ എന്തായാലും കണ്ടല്ലോ. ഇനി ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർ പറഞ്ഞോ? അതെ, അത് ആക്ഷൻ എടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റുമാണ്. അതിന് സജഷൻ വെക്കണം. സജഷൻ വിദഗ്ധരുമായി ആലോചിച്ച് സജഷൻ വെച്ച് ഇത് ഈ രംഗത്ത് മാത്രമല്ല, ലിഫ്റ്റ് മാത്രമല്ല, എന്തെല്ലാം ചെയ്യാൻ കഴിയും മെഡിക്കൽ കോളേജിൽ. തീർച്ചയായിട്ടും. ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാർത്ത കേൾക്കുന്നില്ലേ, എന്തെങ്കിലും രോഗിയുടെ കാര്യങ്ങളൊക്കെ. തീർച്ചയായും. അല്ല, അത് നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചു. ഒരുപാട് അനാസ്ഥകളുടെ കഥകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, കേരളം ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പൊതുജനാരോഗ്യ സംവിധാനമുള്ള നാടാണ്. അതിൻ്റെ ശോഭ കെടാതെ ജനങ്ങളുടെ സൗകര്യങ്ങൾ പോവാതെ കാക്കുക എന്ന് പറയുന്നത് പൗരന്മാർ എന്നുള്ള നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കറക്റ്റാണ് താങ്കൾ പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ ചോദിക്കുന്നു. ഇവിടെ ശ്രീകുമാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച, സേഫ്റ്റി ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫയർ ഓഡിറ്റിൽ ഈ പറയുന്ന എല്ലാ അപര്യാപ്തതകളും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഫയർ ഓഡിറ്റിൽ ചൂണ്ടിക്കാണിക്കുന്ന വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവിടെ നിൽക്കുന്നു. അത് വേണമെങ്കിൽ ഒരു അഗ്നിബാധ ഉണ്ടായാൽ മതിയായ നിലയിൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പോലും കഴിയില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, മെയിൻ്റനൻസ് നടക്കുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ലിഫ്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കമ്പനി, അതല്ലെങ്കിൽ എല്ലാ കൃത്യമായി പീരിയോഡിക്കായി മെയിൻ്റനൻസ് നടത്തേണ്ട സംവിധാനങ്ങളാണ് ഇവയൊക്കെ. അത് ചെയ്യാത്തത് കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും തകരാറിലാകാം. അതിനകത്തുള്ള സേഫ്റ്റി മെഷേഴ്സ്, ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ SOS എന്നുള്ള നിലയിൽ ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട കാര്യങ്ങൾ പോലും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രിയായാലും മറ്റേത് സ്ഥാപനമായാലും, അത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഏജൻസികളുടെ അംഗീകാരവും അനുവാദവും ഒക്കെ വാങ്ങാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഓഡിറ്റും മറ്റു സംവിധാനങ്ങളും ഇല്ല. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിങ്ങിനും ഇത്തരത്തിൽ സേഫ്റ്റി സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും പിന്നീട് വാങ്ങിയിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഒരു ഓഡിറ്റും ഈ നിമിഷം വരെ നടന്നിട്ടുള്ളതായിട്ടും എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിഫ്റ്റായാലും രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന OP, ആ OP 7 മണിക്ക് തുടങ്ങിയാൽ 3 മണിയോടുകൂടി ഈ OP അവസാനിക്കും. സാധാരണ ചിലപ്പോൾ കൂടുതൽ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 5 മണി വരെ. അതോടുകൂടി മൊത്തം ആൾക്കാരും പിരിഞ്ഞു പോകും, ഡോക്ടർമാരും സ്റ്റാഫുകളും പിരിഞ്ഞു പോകും. അതിനുശേഷം അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം, ഒരു സാർജൻറ്റിന് ചുമതലയുണ്ട്. എല്ലാ സ്ഥലത്തും പോയി കമ്പ്യൂട്ടറും ഫാനും ലൈറ്റും നമ്മുടെ ലിഫ്റ്റും ഉൾപ്പെടെ നോക്കി പരിശോധിച്ചിട്ട് അത് പൂട്ടി, ലിഫ്റ്റ് ഉൾപ്പെടെ പൂട്ടി സെക്യൂരിറ്റി ഓഫീസിൽ കൊണ്ട് ഏൽപ്പിക്കണം എന്നുള്ളതാണ് ചുമതല. അപ്പോൾ ആ ചുമതല അവിടെ കൃത്യമായി നിർവഹിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ അത് പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ലിഫ്റ്റ് മുകളിൽ നിൽക്കുന്നത് കാണാം. ഇത് താഴെയല്ല മുകളിലുമല്ല എന്നുള്ള നിലയിൽ തൃശങ്കൂരിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ലിഫ്റ്റ് 2 ദിവസമായിട്ട് ആരും കണ്ടില്ല. അപ്പോൾ അത് പരിശോധന അവിടെ നടക്കുന്നില്ല എന്ന് ഒന്ന്. 2, ഈ ഓർത്തോയിലും കാർഡിയോളജി വിഭാഗത്തിലും രോഗികൾക്ക് നടന്ന സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ നിലയിൽ പോകാൻ ഒരു കാരണവശാലും പറ്റില്ല. കാലൊടിഞ്ഞവരും നട്ടലൊടിഞ്ഞവരും ഹാർട്ട് പേഷ്യൻറ്റും ഒക്കെയാണ് ഈ ലിഫ്റ്റ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ ലിഫ്റ്റ് നമ്മുടെ ട്രോളി ഉൾപ്പെടെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അത് ശനിയാഴ്ച വർക്കിംഗ് ഡേയിൽ പോലും സ്റ്റക്കായി നിന്നിട്ട് പോലും അത് നോക്കാൻ ഒരു മനുഷ്യനുണ്ടായില്ല. അതിൻ്റെ ദുരന്തം അന്ന് അവിടെ വന്ന മുഴുവൻ കാർഡിയോളജി പേഷ്യൻറ്റും ഓർത്തോ പേഷ്യൻറ്റും അനുഭവിച്ചു. എന്നിട്ട് പോലും അതൊന്ന് ശ്രദ്ധിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരാൾ പോലും ഉണ്ടായില്ല. അപ്പോൾ ഈ തരത്തിൽ അവിടെ നാഥനില്ല മുമ്പ് ഒരാൾ സംസാരിച്ചതുപോലെ ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് പോയപ്പോഴും ഈ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ ആശുപത്രിക്ക് ഒരു സൂപ്രണ്ടുണ്ട്. ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ 2 ഒഴിവുകൾ വർഷങ്ങളായി നികത്തിയിട്ടില്ല. മറ്റൊന്ന് RMO, അദ്ദേഹം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി, പകരം ആളില്ല. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദപ്പെട്ട അധികാരികൾ തൽസ്ഥാനത്തില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പിനും ആരോഗ്യ മന്ത്രിക്കും ഇത്തരത്തിൽ ആശുപത്രി കുത്തഴിഞ്ഞു പോകുന്നതിൽ കൃത്യമായ ബാധ്യതയും ഉത്തരവാദിത്വവും മന്ത്രി ഉൾപ്പെടെ ഈ ആരോഗ്യ വകുപ്പിനുണ്ട്. ഇതേ സംബന്ധിച്ച് മന്ത്രി എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ സംബന്ധിച്ച് പെട്ടെന്ന് വന്നൊരു മിന്നൽ പരിശോധന നടത്തുന്നു, പത്രങ്ങളിൽ വാർത്ത വരുന്നു, തിരിച്ചു പോകുന്നു. അതോടൊപ്പം ഈ ആശുപത്രിയെ താർക്കുന്ന മറ്റൊരു കാര്യം കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്,
മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ജീവനക്കാരെ, ഡോക്ടർമാരെ, പ്രൊഫസർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അനുദിനം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ 20-25 വർഷമായ ലിഫ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ 50 ലക്ഷം വെച്ച് 2 പ്രാവശ്യം തുക അനുവദിച്ചു, സർക്കാർ അനുവദിച്ചു. പക്ഷേ പുതിയ 2 ലിഫ്റ്റ് വാങ്ങാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞില്ല. കാരണം അവിടെ താൽക്കാലികമായും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ലിഫ്റ്റ് വാങ്ങേണ്ട പണം കൂടി എടുത്ത് ശമ്പളം കൊടുത്തു. ഇതാണ് കഴിഞ്ഞ മാസം അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഗുരുതരമായ കാര്യങ്ങളാണ് അവിടെ ഓരോ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അവിടെ ശ്രീ റെജി ലൂക്കോസ് കേവലമായി രാഷ്ട്രീയമായി വിമർശിക്കുന്നതല്ല, അതിനപ്പുറത്ത് നമ്മുടെ ജനങ്ങൾ ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ കുറ്റമറ്റതാകണം എന്ന നിർബന്ധ ബുദ്ധി പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ടല്ലോ. ഇവിടെ രോഗാതുരമാവുകയാണ് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് നിശ്ചയമായി. ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ എടുക്കൂ. ഫയർ ഓഡിറ്റിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ലിഫ്റ്റിനെ സംബന്ധിച്ച് അതിലെ SOS സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുടുങ്ങിയ ഒരാൾ ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കും, അല്ലെങ്കിൽ മരിക്കുമെന്ന അവസ്ഥ. ഇങ്ങനെ SOS സംവിധാനങ്ങൾ ഈ ലിഫ്റ്റിനകത്ത് ഇല്ല എന്ന് മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ചിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഈ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല. അവരുടെ കാര്യവും അവർ ചെയ്യേണ്ട കാര്യവും അല്ല അത്. അല്ല അഭിലാഷ്, നോക്കൂ, ഇവിടെ രവീന്ദ്രൻ നായർ ചേട്ടൻ അദ്ദേഹം അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. കാരണം അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അലാറം അടിച്ചിട്ടും ശബ്ദം കേട്ടിട്ടും അവിടെ ആരും വന്നില്ല. ഞാൻ ആ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ ന്യായീകരിക്കാനായിട്ട് ഈ ചർച്ചയിൽ ഒരു കാരണവശാലും ന്യായീകരിക്കേണ്ട എന്ന ഉദ്ദേശം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ 42 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയത്, അരമണിക്കൂർ കുടുങ്ങിയ ഞാൻ ഒരു എന്താ പറയുക, ആയുസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള നരകം കണ്ടതാണ്. അഭിലാഷിന് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിഫ്റ്റ് കുടുങ്ങുന്നവർക്കറിയാം അതിൻ്റെ വിഷമം എന്നാന്ന് പറയാം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ സർവൈവ് ചെയ്തും നമ്മളോട് ചർച്ചയിലിരിക്കുമ്പോൾ ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാനുള്ള മാനസികാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടാകുന്നിരിക്കും. മനുഷ്യനായിട്ട് ജനിച്ച ആർക്കും ഉണ്ടാകത്തില്ല. വീഴ്ചകൾ വരും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും. നേരത്തെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകുമാർ എന്തൊക്കെയായി പറഞ്ഞു, എന്ത് ഡേറ്റയുടെ പേരിലാണ് പറഞ്ഞു. ഒരു മന്ത്രിനെ വ്യക്തിപരമായിട്ട് മാതൃഭൂമി ചാനലിൽ ഇരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 200ഓളം ഡോക്ടർമാരെ ഒഴിവുണ്ട്. പല സ്ഥലത്തിലേക്കും പല ജില്ലയിലേക്കും മാറ്റിയിട്ടുണ്ട്. കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതല്ലോ. പറയൂ റെജി ലൂക്കോസ് പറയും. അല്ല നിൽക്കത്, ദയവായിട്ട് അങ്ങ് സംസാരിക്കാതിരിക്കും. ഞാൻ ഈ ചർച്ചയിൽ ഒരു യുദ്ധപ്രഖ്യാപനത്തിൽ ഇരിക്കുന്നതല്ല. കാരണം നമ്മൾ ഈ സാധാരണ ഞങ്ങളൊക്കെ രാഷ്ട്രീയ ചർച്ച നടത്തുന്ന പോലെ ഒരു ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മറുപടി പറയണം. താങ്കളോട് അല്ലാണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് താങ്കളെ അറിയത്തോലുമില്ല. താങ്കൾ ഉന്നയിച്ച 4 കാര്യങ്ങൾ ഞാൻ ഞെട്ടിപ്പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള എക്സ്പേർട്ടുള്ള ഡോക്ടർമാരെല്ലാം കോന്നിക്ക് കൊണ്ടുവന്നു, ഉപകരണങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ ഒരു മന്ത്രി പറയാന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഈ സിസ്റ്റത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ സിസ്റ്റത്തെ ആക്ഷേപിക്കാൻ പറഞ്ഞതാണ്. കാരണം ഡേറ്റ വെച്ച് ഞാനും സംസാരിക്കാം. നിങ്ങളങ്ങനെ പറയരുത്. കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, നിങ്ങളൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിനെ പിന്തുണച്ച് സംസാരിക്കുന്നതിനേക്കാളും മോശമായിട്ടാണ് ഒരു സർക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള. ഇവിടെ രവീന്ദ്രൻ നായർ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞതെന്താ, അദ്ദേഹത്തിൻ്റെ കൊച്ചുനാൾ പോലെ അദ്ദേഹം സർക്കാർ ആശുപത്രികളിൽ ആശ്രയിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളിപ്പോൾ പിന്നെ എനിക്കൊരു അല്പസമയം തരണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജൊക്കെ നിങ്ങളിത് സന്ദർശിക്കണം. 100 കണക്കിന് പേഷ്യൻസ് അവിടെ വരുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പഴയ മനോഭാവമൊക്കെ മാറി. അവരിപ്പോൾ എത്ര കഠിനമായിട്ടാണ് ഈ രോഗികളോട് ഉള്ള സമീപനങ്ങൾ. 100 കണക്കിന് പേരെ ഭക്ഷണം പോലും ചായ പോലും കുടിക്കാതെ ഉണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ സേവനം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നേരിട്ട് കാണുന്ന വീഴ്ചകളില്ലാത്തൊരു സിസ്റ്റം ഈ ലോകത്തിലില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന മുഴുവനും ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്രയോ വീഴ്ചകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്താ കാരണം? അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ പോലും അത് ചൂണ്ടിക്കാണിക്കണം. സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളും സ്ഥാപനങ്ങളും. അതിൽ അഭിലാഷ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പക്ഷേ അന്ധമായിട്ട് ഇങ്ങനെ വിമർശിക്കുക എന്ന് പറയുന്നത് തെറ്റാ. കാരണം ഇങ്ങനെയുള്ള ചർച്ചകൾ ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ ഇനി അങ്ങോട്ട് പോകേണ്ട, അവിടുത്തെ നല്ല ഡോക്ടർമാരെല്ലാം അവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാവപ്പെട്ട രോഗികൾ ഈ ഭീമമായ തുക കൊടുത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിത് പറയുന്നത്? അങ്ങനെയാണ് എനിക്കും പലതും പറയാനുണ്ട്. ഞാൻ സ്വകാര്യ ആശുപത്രികളിലൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. ആതുര സേവന ആലയങ്ങൾ ആണ് ആശുപത്രിയെ കുറിച്ച് പറയുന്നത്. എത്രയോ നല്ല രീതിയിൽ മനുഷ്യത്വമായിട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട്. എന്നാൽ ജനങ്ങളെ കുത്തിക്കൊന്നുകൊണ്ട് സകല ഒരു മിനിറ്റോടെ എനിക്ക് തരണം. സകല സ്കാനിങ്ങും മിഷന്റെ എല്ലാം പൈസ മേടിച്ചുകൊണ്ട് വസൂലാകുന്ന എത്ര ആശുപത്രികളുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ആശുപത്രിയെ കുറിച്ച് ഉദാഹരണം പറഞ്ഞില്ല.
മനുഷ്യ സേവനത്തിൻ്റെ മകുടോദാരനായിട്ടുള്ള എത്രയോ ആതുരാലയങ്ങൾ കേരളത്തിലുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും, നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. എൻ്റെ നാട്ടിൽ ആശുപത്രിയുണ്ട്, പിന്നെ മാർസിലിവ ഹോസ്പിറ്റൽ ചേർപ്പങ്കിൽ എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ നിന്ന് ചെന്നു നോക്കെ, ഏതൊരു വ്യക്തിക്കും ആശ്രയിക്കാവുന്ന നല്ലൊരു സിസ്റ്റമാണ് അവിടെ. എന്നാൽ ചെന്നാൽ കഴുത്ത് വെട്ടുന്ന ആശുപത്രികളുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ മാത്രം നിങ്ങളിങ്ങനെ കുറ്റപ്പെടുന്നത് ശരിയല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തത് ആരാണോ അവർ കുറ്റവാളികളാണ്. ലോകം ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന 3 കാര്യങ്ങളൊന്ന് ഇന്ന് ഫയർ ആൻഡ് സേഫ്റ്റിയാണ്. അതിന്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ അലംഭാവം കാണിച്ചിരുന്നെങ്കിൽ, പാവപ്പെട്ട രവീന്ദ്രൻ നായർ അലാറം അടിച്ചിട്ട് പിന്നെ അത് കേട്ടിട്ടില്ല എങ്കിൽ അത് കുറ്റവാളികൾ തന്നെയാണ്. അവരെ ശിക്ഷിക്കണം, അവരെ ജോലിക്ക് ഇരുത്താൻ പോലും പാടില്ല, അവരെ പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ശരി, ഓക്കെ. അത് മാത്രമാണോ പ്രശ്നം എന്നുള്ളതാണ് ഇവിടെ സർക്കാർ ജോലി നോക്കുന്ന ആരും തന്നെ മെഡിക്കൽ കോളേജിലില്ല. ഓക്കെ. അല്ല, സർക്കാർ ആശുപത്രികളെ മോശപ്പെടുത്തുന്നതല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് ഏറ്റവും പാവപ്പെട്ടവരായ നിസ്വരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ കഴുത്തറപ്പൻ ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ജീവന് വേണ്ടി ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ കുറ്റമറ്റതാകണം. അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ പുഴുക്കുത്തുകൾ, അവിടുത്തെ ജീർണതകൾ പരിഹരിക്കപ്പെടണം. ആ ഒരു സ്വദേശ രീതിയിലുള്ള ചർച്ചയാണ്, അതല്ലാതെ അതിന് താറടിക്കലല്ല എന്ന് ഞാൻ പ്രത്യേകം പറയാം. ശ്രീ റെജി ലൂക്കോസ്, നമ്മളൊരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ സർക്കാർ ആശുപത്രിയെ മോശപ്പെടുത്തുന്നു എന്ന് പറയരുത്. ശ്രീ MK ഹരിദാസ്, അല്ല പൊതുവെ മനസ്സിലായി ശ്രദ്ധിക്കുക, അഭിലാഷിന്റെ വികാരത്തോട് യോജിക്കുന്ന ആളാണ്. ശരി, ഓക്കെ, ഫൈൻ. ഓക്കെ, ഇവിടെ ശ്രീ MK ഹരിദാസ്, ഈ പ്രശ്നം എന്ന് പറയുന്നത് അലാറം അടിച്ചിട്ട് കേട്ടില്ല എന്നുള്ള നിലയിൽ ചുരുക്കി കണ്ടാലുള്ള പ്രശ്നം ഇവിടെ ധാരാളം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രാഥമികമായി തന്നെ നിങ്ങൾ മെഡിക്കൽ കോളേജിലെ ഒരു ലിഫ്റ്റിൽ പെട്ടാൽ അതിലൊരു SOS സംവിധാനവും ഇല്ല. നിങ്ങൾ പെട്ടാൽ പെട്ടതാണ് എന്ന് വരുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രശ്നം അവിടെ ഉണ്ട് എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതായി ഈ ചർച്ചയിൽ തന്നെ വെളിപ്പെടുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ലിഫ്റ്റുകളുമായി ബന്ധപ്പെട്ടുണ്ട്. ലിഫ്റ്റുകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി നോംസ് പല കാര്യങ്ങളും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പുണ്ട് എങ്കിൽ അതിന് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇത് കേവലമായി 2-3 ജീവനക്കാർ, ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, സർജന്റ് വൈകുന്നേരം വന്ന് നോക്കിയില്ല എന്നുള്ള നിലയിൽ ലഘൂകരിക്കാൻ പറ്റുമോ ഈ വിഷയത്തെ? ഒരിക്കലുമില്ല. ഈ രവീന്ദ്രൻ നായർക്ക് പകരം പെട്ടത് ഒരു അമ്മയും കുഞ്ഞുമാണെന്ന് അഭിലാഷും ശ്രീ റെജി ലൂക്കോസൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും നമ്മൾ ആ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്? ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിന് പ്രാദേശികമായിട്ട് വളരെയധികം പ്രവർത്തിച്ച് പരിചയമുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റേതായ മനക്കരുത്തുള്ളത് കൊണ്ട് ഇത്രയും സമയം പിടിച്ചു നിന്നു. പക്ഷേ ഒരു അമ്മയും കുഞ്ഞുമാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്ന് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അപ്പോൾ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾ ആദ്യം ചെന്നെത്തേണ്ടത് ആതുരാലയങ്ങളിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പലതും ചേർത്ത് വെച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആതുരാലയങ്ങൾ അങ്ങേയറ്റം രോഗാതുരമാണ് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് ഉള്ളതിനെ അങ്ങേയറ്റം മോശപ്പെടുത്തരുത്, അത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. 574 കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സാധനങ്ങൾ സപ്ലൈ ചെയ്തവർക്ക് കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 64 ഓപ്പറേഷൻ മാറ്റിവെച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ കൂടി നമ്മൾ ഇത്തരത്തിൽ കാണുമ്പോൾ മെഡിക്കൽ കോളേജുകൾ എത്രത്തോളം ദുരിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വിരലിന് പകരം നാക്ക് ഓപ്പറേഷൻ ചെയ്ത കുട്ടിയുടെ പ്രശ്നത്തിൻ്റെ അന്ന് പങ്കെടുത്ത IMAയുടെയും KGMOയുടെയും ഡോക്ടർമാർ പറഞ്ഞത് എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്രയോ ഡോക്ടർമാരുടെ കണക്ക് പറഞ്ഞതും എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് സംഖ്യ ഞാൻ പറയുന്നില്ല. എത്രയോ ഡോക്ടർമാരുടെ ഒഴിവുണ്ട്, എത്രയോ ഒരുപാട് ഒഴിവുകളും ഒരുപാട് ഉപകരണങ്ങളുടെ കുറവിൻ്റെയും പേരിലാണ് അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത്. പല ഡോക്ടർമാർക്കും 2-3 ഡ്യൂട്ടികൾ ചെയ്യുന്നത് വരുന്നത് കൊണ്ടാണ്. ഇന്ന് ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ കൗൺസിലർ ശ്രീകുമാറും ഞാനും മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഈ RMOൻ്റെ കാര്യവും 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ കാര്യവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുറവിൻ്റെ കാര്യം പറഞ്ഞത് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സത്യമാണ്. അവിടെ അത് കാലങ്ങളായിട്ട്, ഇന്നും ഇന്നലെ ഒന്നുമല്ല. അപ്പോൾ പരിമിതികളുടെ നടുവിലൂടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കടന്നു പോകുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന സേവനം ഒരു ഔദാര്യമൊന്നുമല്ല ശ്രീ റെജി ലൂക്കോസിനോടായാലും അഭിലാഷിനോടായാലും പറയാനുള്ളത്. കാരണം സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ താരതമ്യപ്പെടുത്തിയോ സ്വകാര്യ ആശുപത്രികളെ താരതമ്യപ്പെടുത്തിയോ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ പറയാൻ പറ്റില്ല. കാരണം അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര ചികിത്സ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഉപദ്രവമാകുന്ന ചികിത്സയും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളിലെ ലിഫ്റ്റുമൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് കേരളീയം 2 നടത്തുക മാത്രമാണ് ഇനി കേരളത്തിൽ ബാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തോട് ഈ
രവീന്ദ്രൻ നായരും അതുപോലെ തന്നെ ജോയിയും പറയുന്നത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. ഇവിടെ അതിനപ്പുറം പലതും ചെയ്യാനുണ്ട്. അതിലേക്ക് ശ്രദ്ധ തിരിയേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള കേരളീയം ടൂവും നിങ്ങൾ നടത്തുന്ന നവകേരള സദസ്സും ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം. ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ചുമതല. ആ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടതാണ് സർക്കാർ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് സർക്കാർ ആശുപത്രികൾ. അത് കൃത്യമായി നടത്തിക്കൊണ്ടു പോകാനാകാതെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ ദുരന്തങ്ങളിൽ അവസാനിക്കുകയാണെങ്കിൽ ഇതൊരു അവസാനത്തെ സംഭവമാകട്ടെ എന്നുള്ള നിലയ്ക്ക് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഡോക്ടർ SS ലാൽ കൂടി നമ്മോടൊപ്പം. ഡോക്ടർ SS ലാൽ, താങ്കൾ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾക്ക് പരിചയമുള്ള ഇടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അവിടെ 2 ദിവസം ഒരു രോഗിക്ക് ഓർത്തോ OP-യിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറിയ രോഗിക്ക് 2 ദിവസം ആ ലിഫ്റ്റിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. 42 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പുറം ലോകം കാണാൻ കഴിഞ്ഞത്. ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇത് നമ്മുടെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ? അതിലെന്താണ് പരിഹാരം താങ്കൾ വിചാരിക്കുന്നത്? എന്ത് പോരായ്മയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളത്? തീർച്ചയായിട്ടും ഈ ഒരു ലിഫ്റ്റിന്റെ കാര്യത്തിൽ മാത്രം ചർച്ച ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ഞാൻ താമസിച്ചാണ് ജോയിൻ ചെയ്തത്, അതുകൊണ്ട് ഇനി ആ ചർച്ച നടന്നതെന്ന് അറിയില്ല. നമുക്ക് ഇന്നലെ ഇക്ബാൽ സാറ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഡോക്ടർ ഇക്ബാൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിവരായിരുന്ന ആളാണ്. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് കേരള അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതൊരു യാഥാർത്ഥ്യം. കേരളത്തില് ആരോഗ്യത്തിലുള്ള നീക്കിയിരിപ്പ് കുറവാണ്. ഉള്ളത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. കൂടുതൽ സംഭരിച്ചുപയോഗിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇതൊക്കെ കൂടാതെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് നോക്കുക, 600 കോടിയുടെ കടമുണ്ട് മരുന്ന് വാങ്ങിച്ചതും മാത്രം. ഇൻഷുറൻസിന് 1200 കോടിയുടെ കടമുണ്ട്. ഇതൊക്കെ ആരോഗ്യവകുപ്പിന്റെ കടമാണ് ഈ പറയുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ അത് ഈ പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് ആക്രമിച്ചു കളയും. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തുല്യമായിട്ട് ഒരല്പം കൂടുതലോ ഈ മെഡിക്കൽ കോളേജുമായിട്ട് വൈകാരിക ബന്ധമുള്ള ആളാണ്. ഞാൻ അവിടെ പഠിച്ച ആളാണ്. 83 മെഡിക്കൽ കോളേജ് ചേർന്ന ആളാണ്. അത്രയും 10-40 വർഷത്തെ പഴക്കൊണ്ട് വിദ്യാഭ്യാസം തൊട്ട് ഇപ്പോഴും അതിനടുത്താണ് താമസിക്കുന്നത്. ഒരു ആവശ്യം വന്ന ആശുപത്രിയിലേക്കാണ് പോകുന്നത്. വഴി കിടക്കുന്ന രോഗി എടുത്തുകൊണ്ട് പോകുന്നത് ആ സ്ഥലത്താണ്. അപ്പൊ ആ സ്ഥലത്ത് ഒരു ലിഫ്റ്റിനകത്തൊരു മനുഷ്യൻ 2 ദിവസം കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ആ സാഹചര്യം അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. എനിക്കിത് പറ്റിയിട്ടുണ്ട്. 35-40 വർഷം വിദ്യാർത്ഥിയായിരുന്നു. ഞാനും ഒരു അധ്യാപകനും ഒരു നണ്ണും ഒരു രോഗിയെല്ലാം കൂടെ ലിഫ്റ്റ് കുടുങ്ങിപ്പോയിട്ട് 15-20 മിനിറ്റ് ഞങ്ങൾ പെട്ട പാട് ഞങ്ങൾക്ക് അറിയാവും. ഇത്രയും പേരുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കാൻ ആളുണ്ടായിട്ട് ഭയന്നുപോയി. അപ്പൊ ഇത് എനിക്ക് അനുഭവസ്ഥനാണ്. അത് പക്ഷെ പഴയ മെഡിക്കൽ കോളേജായിരുന്നു. 1951 തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ പഴയ ലിഫ്റ്റും പഴയ സാധനങ്ങളുമാണ്. ഇന്ന് 10-40 വർഷത്തിന് ശേഷമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരുപാട് ആധുനിക സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? നമ്മൾ ആ കോവിഡ് സമയത്ത് മെഡിക്കൽ കോളേജിലെ CPI ബന്ധമുള്ള ഡോക്ടർമാർ എനിക്ക് തന്ന വാർത്ത വെച്ചിട്ടാണ് അന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. അന്ന് തന്നെ 1700 സ്റ്റാഫിന്റെ കുറവുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അത് സുഖമായി നടക്കണമെങ്കിൽ 1700 സ്റ്റാഫിനെ കൂടെ കൊണ്ട് 5 പേരെ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മള് ഇത് കേരളത്തിലെ മൊത്തം ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത്. അവിടെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററോ സാർജന്റിനെ ഓടിച്ചിട്ട് വെടിവെച്ചിട്ട് കാര്യമില്ല. ഈ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരാണ്? ഇപ്പൊ ഏറ്റവും പുതിയ പൊതുജനാരോഗ്യ ബില്ലിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തിന്റെ അധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. അടുത്ത കാലത്താണ് ഒരു ഡയറക്ടറെ പോസ്റ്റ്. 2 വർഷം ഇത്രയും പ്രശ്നം 2 വർഷം ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇല്ലായിരുന്നു കേരളത്തിൽ. ഉണ്ടായിരുന്നവർ ഇട്ടിട്ട് പോയി പേടിച്ചിട്ട്. ഇതാണ് ഇപ്പൊ കേരളത്തിൽ. ഇത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത്. നമ്മളീ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടാലും ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോശമായിക്കാൻ എനിക്കും അപകടമുണ്ട്, എന്നെ അറിയുന്നവർക്ക് അപകടമുണ്ട്. അപ്പൊ അതൊരു സൂചനയാണ്. കേരളത്തിൽ ഏറ്റവും മാതൃകയാകേണ്ട ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആലോചിച്ച് നോക്കുക. ലിഫ്റ്റ് കുടുങ്ങിയ ഒരു താലൂക്ക് ആശുപത്രിയിലല്ല. ഇതിനകത്തൊരു MLA വിട്ടുപോകാം. ഫോൺ കട MLAക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. മന്ത്രി വിട്ടുപോകാം. അന്നേരമായിരിക്കില്ല അവസ്ഥ. ഞാൻ പറയുന്നത് നമ്മൾ ഈ പരസ്പരം ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുകയോ ചെയ്യാതെ ഈ സ്ഥാപനം നന്നാക്കി എടുക്കണം. ലോകത്ത് ഒരിടത്തും കേട്ടുകളില്ല ഇങ്ങനെ 2 ദിവസം ഒരു മനുഷ്യൻ പെട്ടുപോകുന്നത്. ലിഫ്റ്റിന് തകരാറ് പറ്റാം, അത് ലോകത്ത് എവിടെ സംഭവിക്കാം. പക്ഷെ അതിന് പരിഹാരം ഉണ്ടാകും. മിനിറ്റുകൾക്ക് അത് പരിഹരിക്കപ്പെടും. അത് ഒരു അലാം പോലും ഇല്ലാത്ത അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ നേരത്തെ അവിടുത്തെ ആ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് കേട്ടു. അവിടെ 5-6 ലിഫ്റ്റ് കേടായി കിടക്കുക. ഇത് കെടുകാര്യസ്ഥതയുടെ മൂർധന്യ അവസ്ഥയാണ്. ഇത് ആരോഗ്യ വകുപ്പിൽ മൊത്തത്തിൽ ബാധിച്ചു. അതുകൊണ്ടാണ് ഡോക്ടർ ഇക്ബാലിനും ഇടതുപക്ഷത്തോട് ചേർന്ന് ഡോക്ടർ രാമൻകുട്ടിക്ക് ഇത് പരസ്യമായിട്ട് പറയേണ്ടി വരുന്നത്. നമ്മൾ പരസ്പരം തർക്കിച്ചിട്ടോ വഴക്കടി ജയിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്
ആരോഗ്യരംഗത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് എല്ലാവരും കൂടി കൂട്ടായി ആലോചിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് കേരളത്തിൽ, അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ്. ഇവരാരും വിളി കാണുന്നില്ല. മന്ത്രിമാർ വരും പോകും. ഇവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ മെഡിക്കൽ ഡിഗ്രിയോ മറ്റു നഴ്സിംഗ് ഡിഗ്രിയോ ഒന്നും കിട്ടുന്നില്ല. ഇവർക്ക് വളരെ പരിചയക്കുറവാണ്. അപ്പൊ പരിചയമുള്ള ആൾക്കാരെ ചുറ്റും നിർത്തി അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്. ഡോക്ടർ ഇക്ബാലിനെയോ അല്ലെ ഡോക്ടർ രാമൻകുട്ടിയെ പോലും ഇവിടെ കോവിഡ് സമയത്ത് ഇവിടുത്തെ പൊതുജനാരോഗ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുജനാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടും അച്യുതമേനോൻ സെന്ററാണ് ആ പൊതുജനാരോഗ്യ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ. അവിടെയാണ് ഞാൻ പഠിച്ചത് ആദ്യത്തെ ബാച്ചിൽ. അവിടുത്തെ രാമൻകുട്ടി സാറിനെ പോലും ഇവർ ചർച്ചയ്ക്കോ കമ്മിറ്റികളിലോ ഉൾപ്പെടുത്തുന്നില്ല. ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഒരു ബഹിസ്ഫുരണമാണ്, അതിന്റെ ഒരു സൂചനയാണ്, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ്. മഞ്ഞുകട്ടയുടെ അഗ്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മൊത്തത്തിൽ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് വഴക്കടിച്ചിട്ട് കാര്യമില്ല. തിരിച്ച് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ആരോഗ്യമന്ത്രി സഹായിക്കാൻ തയ്യാറാണ്. ഒളിഞ്ഞെന്നുള്ള ഞങ്ങൾ സഹായിക്കാറുണ്ട് അറിയാതെയൊക്കെ. ഇനിയുള്ള ആരോഗ്യമന്ത്രിമാരോട് ഞങ്ങൾ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യത്തിൽ കൺസേൺ ഉള്ള സാധാരണക്കാരുടെ ജീവനിൽ താല്പര്യമുള്ള ഞങ്ങൾ ഒരുപാട് പേരുണ്ട് സഹായിക്കാൻ. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അല്ല ലിഫ്റ്റ് ഓപ്പറേറ്റർ ഓടിച്ചിട്ട് വെടിവെച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങി എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു സൂചനയാണ്. അത് പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നതാണ്. അതെങ്ങനെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനു മുമ്പ് ഇതിന്റെ സാങ്കേതികത്വം കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊരു ഇടവേളയിലേക്ക് പോകാം. ശ്രീ ജി അജിത് കുമാർ, ഇതിപ്പോ ഉദ്യോഗസ്ഥർ അലാം കേട്ടില്ല എന്ന ഒരൊറ്റ വാചകം കൊണ്ട് ലഘൂകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. ഉദ്യോഗസ്ഥർ അലാറം കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അലാറം അങ്ങനെ ഒരു കൺട്രോൾ റൂം അവിടെ ഇല്ല. ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെ സിസ്റ്റത്തിൻ്റെ എല്ലാം ഒരു കൺട്രോൾ റൂം ഉണ്ടാവണം ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ റൂം ഒരു സംവിധാനം മെഡിക്കൽ കോളേജിലില്ല. അതുപോലെ തന്നെ ഒരു ഫയർ സിസ്റ്റം സംവിധാനവും ഒരു അലാറം സിസ്റ്റവും മെഡിക്കൽ കോളേജിലില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ അലാറം കേട്ടു എന്ന് പറയുന്നത്? അലാറമും ചിലപ്പോൾ വച്ചിരിക്കുന്ന ഇതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഫയർ അലാമും ഇല്ല മെഡിക്കൽ കോളേജിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മെഡിക്കൽ കോളേജിൽ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അങ്ങോ 1-2 എക്സ്റ്റിംഗ്വിഷർ അങ്ങും ഫിറ്റ് ചെയ്തിട്ടുള്ളതല്ലാതെ അവിടെ ഒരു പ്രോപ്പറായ ഒരു ഫയർ സിസ്റ്റം അവിടെ ഇല്ല. പുതിയ കെട്ടിടങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു സിസ്റ്റങ്ങൾ ചെയ്തിട്ടുള്ളൂ. പഴയ കെട്ടിടങ്ങളിൽ ഒന്നും തന്നെയില്ല. അല്ല, അതിപ്പോ സാധാരണ വലിയ തോതിൽ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന, ആളുകൾ ആശ്രയിക്കുന്ന വലിയ കെട്ടിടങ്ങളെ സംബന്ധിച്ച് അതിന് കൃത്യമായ ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ ഉണ്ടാവും. ഒരു ഇവാക്വേഷൻ വേണ്ടി വന്നാൽ, അഗ്നിബാധ ഉണ്ടായാലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, പോകേണ്ട വഴി, അസംബിൾ ചെയ്യേണ്ട പോയിന്റ്, ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ നിലയിലാണല്ലോ സാധാരണ നിലയിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ ഇങ്ങനത്തെ ഒരു ഏർപ്പാടും ഇല്ലെന്നാണോ? അതെ, മെഡിക്കൽ കോളേജിൽ ഇതൊന്നും ഇല്ലാതിരുന്നു എന്ന് മാത്രമല്ല, ഇത് ഫയർ ഓഡിറ്റ് നടത്തി ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അത് പരിഹരിച്ചിട്ടില്ല. അത് നമ്മളൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അതിൻ്റേതായ കുറേ പോരായ്മകളും സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാവും. പക്ഷെ ഒരു പ്രൈവറ്റ് കെട്ടിടമാണെങ്കിൽ നമുക്കത് അവരെ നിർബന്ധിക്കാൻ പറ്റും. ശരി, എന്താണ് ശ്രീ ലൂക്കോസ് പറഞ്ഞോളൂ. പെട്ടെന്ന് എനിക്ക് ഇടവേള എടുക്കേണ്ട സമയമായി. അഭിലാഷ, ഒറ്റ വാക്ക്. അഭിലാഷ, മുരളി തുമ്മാരുകൂടി എന്ന് പറയുന്ന ദുരന്ത നിവാരണ വിദഗ്ധൻ ലോകം അറിയപ്പെടുന്നതാണ്. UN അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണെന്നറിയോ? പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചെന്താ അറിയോ? എന്തിന് രാജിവെക്കണം? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിമാരിൽ ഒരാളാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജ് സിസ്റ്റവും കേരളത്തിലെ ആരോഗ്യ സിസ്റ്റവും എത്രയോ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തിനാണ് അവരെ രാജിവെപ്പ് ആവശ്യപ്പെടുന്നത്? മെഡിക്കൽ കോളേജിൽ ഫയർ ഓഡിറ്റിംഗിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ, അവിടെ ഒരു ഇവാക്വേഷൻ പ്ലാൻ ഇല്ലെങ്കിൽ, അവിടെ ഗുരുതരമായി ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് ഡീൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നില്ല എന്നുള്ളതൊരു വിമർശനമായി ചൂണ്ടിക്കാണിച്ചാൽ, അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഇപ്പോൾ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതാണോ അല്ലയോ എന്നുള്ള ചർച്ചയിലേക്ക് പോകുന്നതിന് പ്രസക്തിയില്ല. ഉള്ള പ്രശ്നം എന്താണോ അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ രവീന്ദ്രൻ നായർ, താങ്കൾ നേരിട്ട ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് നമ്മുടെ അധികൃതരോടും സർക്കാരിനോടും പറയാനുള്ളത്? താങ്കൾ കൂടി വർക്ക് ചെയ്യുന്ന, താങ്കൾ കൂടി പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? എനിക്കുണ്ടായ സംഭവമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആരോഗ്യമേഖലയെ മൊത്തമായി അടച്ചേക്ഷരിക്കാൻ കഴിയില്ല. നിപ്പയെയും കോവിഡിനെയൊക്കെ ശക്തമായി പ്രതിരോധിച്ച ആരോഗ്യ വകുപ്പിനകത്ത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആരോഗ്യ വകുപ്പിനെയോ ആരോഗ്യമന്ത്രിയെയോ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന നടപടിയോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, ആരുടെ ഭാഗത്തുനിന്നായാലും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ, ഒരു രോഗം വരുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിനുള്ള പ്രതിരോധ മരുന്ന് നമ്മൾ കുത്തിവെക്കുന്നത് പോലെ ഇത്തരം വിഷയങ്ങൾ മേലുണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ, ഒരു വളരെ
മുന്നോട്ടുള്ള ഒരു 10-15 വർഷത്തെ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നല്ലൊരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകണം. എനിക്കുണ്ടായ തീക്ഷ്ണമായ അനുഭവം മറ്റൊരാളുണ്ടാവാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അനുഭവം വെച്ച് ആരോഗ്യമേഖലയെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കോവിഡിൻ്റെയും നിപ്പോയൊക്കെ പ്രതിരോധിച്ച വളരെ ശക്തന്മാരായ ആരോഗ്യമേഖലയിൽ ഡോക്ടേഴ്സുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ യശസ്സ് ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എനിക്കും എന്നെപ്പോലെ തന്നെ സാധാരണക്കാർക്കും ആശ്രയം മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിനെ പോലുള്ള സർക്കാർ ആശുപത്രി നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും പൊതുജനാരോഗ്യ രംഗത്തിന് കരുത്തു പകരേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടേണ്ടതുണ്ട്, കുറ്റമറ്റാകേണ്ടതുണ്ട്. അവിടെ പോരായ്മകൾ വരുമ്പോൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം, അവിടെ ഫോക്കസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഒരു ആകെത്തുകയായി ഞാനും കാണുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.